ഷാജി തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഷാജിയുടെ കുടുംബം ജനം ടിവിയോട് കടുത്ത മാനസിക വിഷമം അനുഭവിച്ചിരുന്നു. ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകൾ ഉണ്ടായിരുന്നോ എന്ന് സഹോദരനും ചൂണ്ടിക്കാട്ടി. അതേസമയം കേരള കലോത്സവത്തിൽ കോഴ ആരോപണം നേരിട്ട വിധികർത്താവ് ജീവനൊടുക്കിയ സംഭവത്തിൽ SFI പ്രതിരോധത്തിലേക്ക്. മാർഗംകളി മത്സരത്തിന്റെ വിധികർത്താവും കണ്ണൂർ സ്വദേശിയുമായ PN ഷാജിയാണ് ഇന്നലെ രാത്രി ആത്മഹത്യ ചെയ്തത്. താൻ നിരപരാധിയാണെന്ന ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശം. ഇന്ന് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ നോട്ടീസ് നൽകിയ സാഹചര്യത്തിലായിരുന്നു ആത്മഹത്യ. ഒന്നും പറഞ്ഞിട്ടില്ല മോനെ. എന്നോട് തിങ്കളാഴ്ച 10 മണിക്കാന്ന് ഇവിടെ എത്തിയേരോ പിന്നെ എൻ്റെ കാല് പിടിച്ചിട്ട് കെട്ടിപ്പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, അമ്മ ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല, എന്നെ കുടുക്കിയതാണ്, ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല, അനക്ക് എൻ്റെ അമ്മേനെ മാത്രമേ വിശ്വസിപ്പിക്കണ്ടു, ആരെയും വിശ്വസിപ്പിക്കണ്ട എന്നാന്ന് പറഞ്ഞത്. ഇല്ല, വന്നിട്ടൊന്നും സംസാരിച്ചില്ല. ഫോണിലോട്ട് ഞാൻ ചോദിച്ചു തരാം. അത് ഞാൻ അങ്ങനെ ഒന്നും ഒരു പൈസയും വാങ്ങിച്ചിട്ടില്ല, ഞാനതിൽ ബലിയോടായതാണെന്നാണ് പറഞ്ഞത്. ഞാൻ നിരപരാധിയാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. മർദ്ദനം എന്ന് പറഞ്ഞാൽ മുഖത്ത് ഒരു ചാനലുകാർ അല്ല, ഒരു തിരുവനന്തപുരത്ത് നിന്ന് പോലീസുകാർ കസ്റ്റഡിയിലെടുത്തിട്ട് പോകുന്ന സമയത്ത് മുഖത്തൊരു കലയുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അപ്പം അമ്മ പറഞ്ഞപ്പോൾ കഴുത്തിൻ്റെ ഉള്ളിലും പാടുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ കണ്ടിട്ടില്ല, ഒന്നും ചെയ്തില്ല എന്നാണ് പറയുന്നത്. അതിൽ ചെയ്ത കൂട്ടുന്നത് അനുഭവിച്ചോട്ട് എന്നുള്ളതാണ് പറയുന്നത്. ആരാ ചെയ്തതിന് ആരെ പേരൊന്നും അതിൽ പറയുന്നില്ല. വിവരങ്ങളുമായി അർജുൻ ചേരുകയാണ്. അർജുൻ, ഷാജി തെറ്റ് ചെയ്തിട്ടില്ലെന്ന് കുടുംബം ആരോപിക്കുന്നു. ഇന്നലെ അദ്ദേഹം എഴുതിയ ആത്മഹത്യാക്കുറിപ്പിൽ സൂചിപ്പിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവരും പറയുന്നത്. വിവരങ്ങൾ തീർച്ചയായും അത്തരത്തിലാണ് അമ്മയും അതുപോലെ തന്നെ സഹോദരനും പറയുന്നത്. അതായത് തൻ്റെ സഹോദരൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഇത്തരത്തിൽ ചെറിയ മർദ്ദനമേറ്റ പാടുണ്ടായിരുന്നു. അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമാണ് കൂടുതൽ വിവരങ്ങൾ അറിയുക. അതിനുശേഷമായിരിക്കും താൻ കേസ് കൊടുക്കണോ, ഇത്തരത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ കേസ് കൊടുക്കണോ എന്ന് തീരുമാനിക്കുക എന്ന് കൂടി ജ്യേഷ്ഠൻ പറയുന്നു. അദ്ദേഹത്തിൻ്റെ മാതാവും പറഞ്ഞത് ഇപ്രകാരം തന്നെയാണ്. തൻ്റെ മകൻ തെറ്റ് ചെയ്യില്ല, വന്നപാടെ തന്നോട് അധികമൊന്നും മിണ്ടിയിരുന്നില്ല, പിന്നീട് കാല് പിടിച്ച് തന്നോട് പറഞ്ഞു താൻ ചെയ്തിട്ടില്ല, താൻ ഇതുവരെ കോഴ വാങ്ങിയിട്ടില്ല എന്ന തരത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞുവെന്നും നമ്മളോട് ജനം ടിവിയോട് അല്പസമയത്തിന് മുമ്പ് തന്നെ അവർ പ്രതികരിക്കുകയുണ്ടായി. എതിരെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ആത്മഹത്യക്കുറിപ്പിലും അത്തരത്തിലാണ് ഉണ്ടായിരുന്നത്. അതായത് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, കോഴ വാങ്ങിയിട്ടില്ല, അത് സത്യമാണ് എന്ന തരത്തിലുള്ള പരാമർശമാണ് ആത്മഹത്യാക്കുറിപ്പിലും ഉണ്ടായിരുന്നത്. എന്തിനാ തന്നെയും വലിയ രീതിയിലുള്ള ഒരു ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് ഇത്തരത്തിൽ ഇദ്ദേഹത്തെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കാണുന്നത്. ഈ മാർഗം കളിയുടെ വിധി നിർണ്ണയവുമായി ബന്ധപ്പെട്ടിട്ട് കോഴ വാങ്ങി എന്ന തരത്തിലുള്ള ഒരു പരാമർശം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആരോപണം ഈ ഇദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നു. അതേ തുടർന്ന് വലിയ രീതിയിലുള്ള ഒരു കടുത്ത മാനസിക വിഷമത്തിലായിരുന്നു ഇദ്ദേഹം എന്നുള്ളത് ഇപ്പോൾ നമുക്ക് ബൈറ്റ് തന്ന അമ്മയുടെയും സഹോദരൻ്റെയും സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള കടുത്ത മാനസിക വിഷമമാകാം ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത്. അത്തരത്തിലുള്ള ഒരു കുറിപ്പ് കൂടി പോലീസിന് കിട്ടിയതോടെ മർദ്ദനമേറ്റ പാടുകളുണ്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു ആത്മഹത്യയിൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്നതാണല്ലോ. തീർച്ചയായും അത്തരത്തിൽ അവിടെ നിന്നും എത്തരത്തിലുള്ള ഒരു മർദ്ദനമാണ് ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളതെന്ന് ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമാണ് നമുക്ക് അറിയാൻ കഴിയുക. അത്തരത്തിൽ പോലീസിൻ്റെ അന്വേഷണം കൂടെ വരുന്നുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ SFI അടക്കമുള്ളവർക്ക് ഇതിലുള്ള പങ്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പങ്ക് ആ ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് അടക്കമുള്ള ഒരു പങ്ക് കൂടി അന്വേഷിക്കേണ്ടതുണ്ട്. അതായത് ഇത്തരത്തിൽ കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് ഇദ്ദേഹത്തെ കടത്തിവിട്ടതിൽ ആർക്കൊക്കെയാണ് റോളുള്ളത്, ആരൊക്കെയാണ് ഇതിൽ പ്രതികളായിട്ടുള്ളത്, SFI അടക്കമുള്ളവർ അല്ലെങ്കിൽ SFIയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇതിൽ പങ്കുണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം തന്നെ SFIയുടെ നിർദ്ദേശപ്രകാരം തങ്ങളുടെ കാൻഡിഡേറ്റ്സിന് വേണ്ടി മത്സരത്തിൻ്റെ വിധി നിർണ്ണയിക്കാൻ വേണ്ടി ഇദ്ദേഹത്തെ പ്രേരിപ്പിച്ചിരുന്നു, അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. ആ കാര്യത്തിലൊക്കെ കൂടുതലായി വ്യക്തത വരേണ്ടതുണ്ട്. ഇദ്ദേഹം പറയുന്നത് താൻ ഒരു തരത്തിലും തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പിലുള്ളത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ആത്മഹത്യ ഉണ്ടാകുന്നത്. അതായത് മാർഗം കളിയുമായി ബന്ധപ്പെട്ട് മാർക്ക് നൽകിയപ്പോൾ ഇദ്ദേഹം കോഴ വാങ്ങി എന്ന ആരോപണമുണ്ടായിരുന്നു. അതായത് പണം വാങ്ങി എന്നിട്ടാണ് വിധി നിർണ്ണയിച്ചത് എന്നുള്ള ഒരു ആരോപണമുണ്ടായിരുന്നു. അത്തരത്തിലുള്ള സ്ക്രീൻഷോട്ടുകൾ പുറത്തു വന്നു എന്നുള്ളതും ഇപ്പോൾ പറയപ്പെടുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഇപ്പോൾ അന്വേഷിക്കേണ്ടതുണ്ട്. അതേ തുടർന്ന് 4 പേർക്കാണ് ഇത്തരത്തിൽ പോലീസ് അന്ന് തന്നെ കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചത്. ഇന്ന് കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ ഹാജരാവാൻ വേണ്ടി പറഞ്ഞതിന് ശേഷമാണ് ഇവരെ വിട്ടയച്ചത്. ഇന്ന് സ്റ്റേഷനിൽ ഹാജരാവേണ്ട സമയത്താണ് കഴിഞ്ഞ ദിവസം ഇദ്ദേഹം ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യുന്നത്.
അതിര. കേരള കലോത്സവത്തിൽ കോഴ ആരോപണം നേരിട്ട വിധി കർത്താവ് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതികരണവുമായി കുടുംബവും രംഗത്ത്. ഷാജി കടുത്ത മാനസിക വിഷമം അനുഭവിച്ചിരുന്നുവെന്ന് സഹോദരൻ ജനം ടിവിയോട് പറഞ്ഞു. ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകൾ ഉണ്ടായിരുന്നുവെന്നും സഹോദരൻ ചൂണ്ടിക്കാട്ടി. വിവരങ്ങൾ നൽകുകയായിരുന്നു അർജുൻ PS.